ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഞങ്ങളുടെ നാട്ടിലെ വെള്ളപ്പൊക്കം. ഇത് കണ്ടില്ലേ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. താമരയും ആമ്പലും എല്ലാം വെള്ളത്തിനകത്തായി. ഈ ഒരു വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി ചെടികൾ നശിക്കും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ വാതിലെടുത്ത വഴിയാണ്. മുട്ടിന് മേളിൽ വെള്ളമുണ്ട്. ഇതിലും അവസ്ഥ മോശമാണ്. മെയിൻ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് ഏതാ ഓട ഏതാന്ന് പോലും അറിയാൻ മേലാത്ത രീതിയിൽ വെള്ളം കയറി കിടക്കുക. ഇത് ഇന്നലെ പാലായിലും പൂഞ്ഞാറിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന വെള്ളമാണ്. ഇനി ഇത് ഇറങ്ങണമെങ്കിൽ വേമ്പനാട്ട് കായൽ വെള്ളം എടുക്കാൻ തുടങ്ങണം. അതുവരെ ഞങ്ങളുടെ ഈ പ്രദേശത്ത് വെള്ളമായിരിക്കും. കഴിഞ്ഞ 2018 പ്രളയത്തിന് ശേഷം ഇങ്ങോട്ട് യാതൊരു മുടക്കവും ഇല്ലാതെ വെള്ളപ്പൊക്കം പതിവായിട്ട് എത്താറുണ്ട്. പണ്ടൊക്കെ ഒരു പ്രാവശ്യമായിരുന്നു വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5-6 തവണയൊക്കെ വെള്ളം കയറും. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങളുടെ എല്ലാം ഓണം വെള്ളത്തിലാവാൻ ചാൻസ് കൂടുതലാണ്. കഴിഞ്ഞ വർഷം 6 തവണയാണ് വെള്ളം കയറിയത്. ഇത് കണ്ടില്ലേ, മെയിൻ റോഡിലെ അവസ്ഥയാണ്. ഒരു ഓട്ടോ പോലും പോകില്ല, അത്രത്തോളം വെള്ളമുണ്ട്. ഈ റോഡിൻ്റെ ഒരു സൈഡിൽ ഓടയുണ്ട്, ആ ഓട പോലും കാണാൻ പറ്റില്ല. പരിചിതമല്ലാത്ത ആളുകളൊക്കെ ഈ വഴി വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞാൽ കൺഫേമായിട്ട് ആ ഓടയ്ക്കകത്ത് പോകും. അതാണ് സിറ്റുവേഷൻ. നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇതിന്നലെ ഒറ്റ ദിവസം കൊണ്ട് കയറിയ വെള്ളമാണ്. ഞങ്ങളുടെ പരിസര പ്രദേശത്ത് ഇതിലും കൂടുതൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അവിടെയൊന്നും വാഹനഗതാഗതമൊന്നുമില്ല. ആ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ആളുകളും ഇനിയിപ്പോൾ പതിയെ ക്യാമ്പുകളിലേക്കും മറ്റും മാറും. കാരണം വെള്ളം കയറുന്ന ധാരാളം വീടുകളുണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഇപ്പോൾ വെള്ളം കയറത്തില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ വെള്ളം കയറുമായിരുന്നു. പക്ഷേ ഇത്തവണ വെള്ളം കയറില്ല. ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കുറവ് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നൊരു സ്ഥലം. എന്നാലും ഇവിടെ കാണുന്ന വീടൊക്കെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ മെയിൻ റോഡിൽ വെള്ളം അധികമില്ല. ഈ ഒരു കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നന്ദി.